INS വിക്രമാദിത്യ എന്ന് പറയുന്ന നമ്മുടെ വിമാനവാഹിനി കപ്പൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു അല്ലെങ്കിൽ സജ്ജമായി പുറത്തേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. അതായത് റീഫിറ്റിംഗ് പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ INS വിക്രമാദിത്യയുടെ ഒരു ചലനം അല്ലെ മൂവ്മെൻ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. 1207 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ റീഫിറ്റ് പൂർത്തിയാക്കിയത്. അതായത് ഈ വാഹനങ്ങളുടെയൊക്കെ സർവീസിംഗ് എന്ന് പറയുന്നത് പോലെ യുദ്ധക്കപ്പലുകൾക്ക് 5 വർഷം കൂടുതൽ ഒരു റിപ്പയറിംഗ് സംവിധാനമൊക്കെ നടപ്പാക്കുന്നതിനാണ് റീഫിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ അത് നടപ്പാക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിൻ പോർട്ടിൽ നിന്ന് ഇത് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ലെന്നും ഇനി അടുത്ത നീക്കം ഇന്ത്യൻ നേവിയുടേതാണെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണോ എന്നാണ് ചില നിരീക്ഷകർ പുലർത്തുന്ന സംശയം. ഇത് ശരിയാണെന്ന് പറയാം. കാരണം നമുക്കറിയാം, കര വ്യോമ നാവിക സേനാ മേധാവികളുടെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും അധികം രോക്ഷത്തോടെ സംസാരിച്ചത്, ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെതിരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മോഡിൽ സംസാരിച്ചത് ഈ പറയുന്ന നേവിയുടെ തലവനായ AN പ്രമോദ് എന്ന് പറയുന്ന മലയാളിയാണ്. അദ്ദേഹം വൈസ് അഡ്മിറലാണ്. അദ്ദേഹം പറയുന്നു, കൃത്യമായിട്ട് ഇന്ത്യയിലെ കപ്പലുകളിൽ നിന്ന്, ഇന്ത്യയിലെ യുദ്ധവാഹിനികളിൽ നിന്നൊക്കെ തന്നെ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച്, കറാച്ചിയെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ മിസൈലുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ച് വെച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരവ് ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞാൽ, വ്യോമസേന ശക്തമായ ആക്രമണം നടത്തുകയും അവരുടെ ഏതാണ്ട് 8-9 എയർ ബേസുകൾ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. കരസേന അതിർത്തിയിൽ ഉൾപ്പെടെ വലിയ ആക്രമണം നടത്തി. പക്ഷേ നാവികസേനയ്ക്ക് ആക്രമണത്തിനുള്ള അവസരം ലഭിച്ചില്ല. കാരണം ഇന്ത്യൻ നാവികസേന എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ തന്നെ ഭസ്മമാക്കാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ മികച്ച ഒരു നാവികപ്പടയാണ്. ഇപ്പോൾ ഏഷ്യയിലെ വലിയ നാവികപ്പടയായിരുന്നു. അതിൽ നിന്ന് ഈ ക്വാഡ് സഖ്യമൊക്കെ വന്നപ്പോൾ അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ആയിട്ടുള്ള സഹകരണത്തോടുകൂടി ഇന്ത്യ ലോകത്തിലെ തന്നെ വലിയ ഒരു നാവികസേനയായിട്ട് മാറി. ഇതിൽ ഞങ്ങൾക്ക് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമമാണ് മലയാളിയായ AN പ്രമോദ് പങ്കുവച്ചത്. കാരണം ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തി, ഞങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണത്തിന് തയ്യാറാണെന്ന രീതിയിൽ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. അതായത് ഒരു അന്തർവാഹിനി, ഒരു കപ്പൽ, ഒരു ഹെലികോപ്റ്റർ ഒരേപോലെ നിൽക്കുന്ന പടം എടുത്തിട്ട് ഞങ്ങൾ അലകൾക്ക് മീതെ, അലകൾക്ക് താഴെ, അലകൾക്ക് സമാന്തരമായി ഞങ്ങൾ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആക്രമണത്തിന് സജ്ജരാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ കരസേനയുടെ ആക്രമണം, ഇതിനപ്പുറത്തേക്ക് സംഹാരശേഷി ഇന്ത്യൻ നേവിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവിക്ക് ഇത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ നേവിയുടെ പ്രതിനിധി പറയുന്നത്, ഞങ്ങൾ അറ്റാക്കിന് പൂർണ്ണമായിട്ടും സജ്ജമായിരുന്നു, ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ അന്തർവാഹിനികൾ, ഞങ്ങളുടെ യുദ്ധക്കപ്പലുകൾ, ഞങ്ങളുടെ ബോട്ടുകൾ എല്ലാം തന്നെ പാകിസ്ഥാൻ നേവിയുടെ ഓരോ മൂവ്മെൻറ്റും കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. അവർ അവിടെ നിന്ന് ഒരു ചെറു ചലനം നടത്തിയിരുന്നെങ്കിൽ നമ്മൾ അവരെ ഭസ്മമാക്കിയേനെ. അപ്പോൾ എത്ര വലിയ ആത്മവിശ്വാസമാണ് ഇന്ത്യൻ നേവി പ്രകടിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്, 10-20 മുങ്ങിക്കപ്പലുണ്ട്. ഇതെല്ലാം തന്നെ സജ്ജമാണ്. അതുപോലെ തന്നെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള ആണവ അന്തർവാഹിനിയുണ്ട്. ലോകത്ത് തന്നെ ഈ സ്റ്റെൽത്ത് ആണവ അന്തർവാഹിനിയൊക്കെ വഹിക്കാൻ കഴിയുന്ന ആണവ മുങ്ങിക്കപ്പലുള്ളത് 3-4 രാജ്യങ്ങൾക്കാണ്. അതിലൊന്ന് ഇന്ത്യയാണ്. ഇതേസമയം പാകിസ്ഥാനെ ഒന്ന് കമ്പയർ ചെയ്താലോ, അവരുടെ കയ്യിൽ ആകെ 8 യുദ്ധക്കപ്പലുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ 6 എണ്ണവും വർക്ക് ചെയ്യുന്നില്ല, 2 എണ്ണമാണ് യുദ്ധക്കപ്പൽ ഉണ്ടെന്ന് അവർക്ക് പറയാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു സന്നാഹം വെച്ച് ഇന്ത്യൻ നേവിയെ എതിരിട്ടാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്നും നേവി തന്നെ തകർന്നു പോകുമെന്നും പാകിസ്ഥാന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഇന്ത്യ ഈ K-15, K-4, K-5, K-6 തുടങ്ങിയ സീരീസിലുള്ള മിസൈലുകളെല്ലാം സജ്ജമാക്കിക്കൊണ്ട് കപ്പലുകളെല്ലാം സജ്ജമാക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ K-5, K-6 എന്നൊക്കെ പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇവയെല്ലാം വഹിക്കാൻ കഴിയുന്ന നമ്മുടെ യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാനെ എത്രത്തോളം പേടിപ്പിച്ചു, എത്രത്തോളം ഭീഷണിപ്പെടുത്തി. ഇവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, പാകിസ്ഥാൻ്റെ നിലപാട് എന്താണോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള നിലപാടുകൾ. തൽക്കാലം വെടിനിർത്തി എന്നതിനപ്പുറം അതിർത്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയോ, പ്രകോപനം വരികയോ, വെടിവെപ്പ് ഉണ്ടാവുകയോ, ഡ്രോൺ ആക്രമണം നടത്തുകയോ ചെയ്താൽ ഇന്ത്യ അതിനെ യുദ്ധസമാനമായി കാണുകയും
നൽകുകയും പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് INS വിക്രാന്ത് എന്ന് പറയുന്ന നമ്മുടെ യുദ്ധക്കപ്പൽ സജ്ജമായി നിൽക്കുന്നു എന്നതിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടത്. അറബിക്കടലിൽ പൂർണ്ണമായിട്ടും സജ്ജമായി നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നിരവധി പുറത്തു വന്നു. ഇതുകൂടാതെയാണ് ഇപ്പം INS വിക്രമാദിത്യയ്ക്ക് പുതിയ ദൗത്യം ഈ പറയുന്ന നാവികസേന നൽകി എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നത്. അപ്പം 1207 കോടി രൂപയോളം ചെലവഴിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ വിക്രമാദിത്യ നീങ്ങുന്നു. എന്ന് പറഞ്ഞാൽ വീണ്ടും യുദ്ധക്കപ്പലുകൾ നമ്മുടെ സമുദ്ര അതിർത്തിയിൽ ചില ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയുന്നുള്ള ആണവ അന്തർവാഹിനികൾ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഭൂഖണ്ഡാന്തര മിസൈലുകൾ വർഷിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച രാജ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് നമ്മളെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന് അറിയില്ല. മാത്രമല്ല ഇന്ത്യ മറ്റ് ചില പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു. അതായത് MIGM, അതായത് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പറയുന്ന നമ്മുടെ സമുദ്രത്തിനടിയിൽ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന മൈനുകൾ നമ്മൾ പരീക്ഷിച്ചു. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചലനമോ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈനയുടെയോ തുർക്കിയുടെയോ കപ്പലുകളോ ഒക്കെ വന്നാൽ ശക്തമായ ആക്രമണം നടത്തും. എന്ന് പറഞ്ഞാൽ ആധുനിക സ്റ്റെൽത്ത് ഷിപ്പുകൾ, ഈ യുദ്ധക്കപ്പലുകളുണ്ടല്ലോ, അതുപോലെ തന്നെ അന്തർവാഹിനികൾ, ഇതിനെല്ലാം തകർക്കാൻ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പറയുന്ന നമ്മുടെ അത്യന്താധുനികമായ സമുദ്ര മൈനുകൾക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ സമുദ്ര മൈനുകൾക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെയാണ് ഇന്ത്യ ഇത്തരം സമുദ്ര മൈനുകളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരായ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും. അതുപോലെ തന്നെയാണ് സ്കീ സിമ്മിങ് മിസൈൽ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ സ്കീ സിമ്മിങ് മിസൈൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അതിനുള്ള സജ്ജമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി നമ്മൾ സ്കീ സിമ്മിങ് മിസൈലെ തകർക്കുന്ന ആൻറ്റി മിസൈലുകൾ നിർമ്മിച്ചു. അതായത് ഈ സമുദ്രത്തിന് സമാന്തരമായി സഞ്ചരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റ് കപ്പലുകളിൽ നിന്ന് കാണാൻ കഴിയില്ല, റഡാറുകൾക്കോ ഇൻഫ്രാറെഡുകൾക്കോ ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അതിന് സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്കീ സിമ്മിങ് മിസൈലുകളെ തകർക്കും. അപ്പം നാവിക മേഖലയിൽ ഇന്ത്യ ഉയർത്തുന്ന ഒരു ഭീഷണി പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു. ഓൾറെഡി കരസേനയുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടാകുന്നു, വ്യോമസേനയുടെ വലിയ പ്രതിരോധം ഉണ്ടാകുന്നു, അറ്റാക്ക് നടത്തുന്നു. കാരണം ഈ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആക്രമണം എല്ലാം നടത്തുമ്പോൾ S-400 ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ച ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ അവരെ വല്ലാതെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഒരാക്രമണം പോലും ഇന്ത്യയെ പരിക്കേൽപ്പിച്ചില്ല എന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചു. അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാതെ ഒരു നാവിക വിങ് ഇവിടെ തയ്യാറായി നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നിരുന്നുവെങ്കിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ കയറി ആക്രമിച്ചേനെ എന്ന് ഈ മലയാളി കൂടിയായ ഈ വൈസ് അഡ്മിറൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നമ്മൾ സജ്ജമാണ് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞതോടുകൂടി ആ പാക് നേവി അതിൽ നിന്ന് പിന്മാറി. ഇതിനുശേഷമാണ് കൊച്ചിയിൽ നിന്ന് INS വിക്രാന്ത് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അറ്റകുറ്റപ്പണികളെല്ലാം കഴിഞ്ഞ് INS വിക്രമാദിത്യ കൂടി രംഗത്ത് വരുന്നതോടെ INS വിക്രാന്തിന് അതൊരു വലിയ കൂട്ടായി മാറും. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പം US, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ കടൽ മൈനുകൾ ഉപയോഗിച്ചത് എങ്ങനെയാണോ അതേ മാനദണ്ഡം ഉപയോഗിച്ച് കടൽ മൈനുകൾ ഇന്ത്യയും ഉപയോഗിക്കും. സ്കീ സിമ്മിങ് മിസൈലുകളെ തകർക്കുന്ന ആൻറ്റി മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ശക്തമായ തിരിച്ചടി അവർക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് AN പ്രമോദ് പറയുന്നത് ഞങ്ങൾക്ക് വലിയ നിരാശയുണ്ട്, ഞങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ്. കാരണം മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ ഏറെ പകയോടെ പാകിസ്ഥാനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ നാവികസേനയുടെ മേധാവി. കാരണം ഞങ്ങൾക്ക് വേണ്ടത്ര അവസരം കിട്ടിയില്ല, ഞങ്ങളെല്ലാം സജ്ജമായിരിക്കുകയായിരുന്നു. ഒരു ചെറിയ നീക്കമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ നേവിയെ തവിട് പൊടിയാക്കിയതിനെ, ഭസ്മമാക്കി മാറ്റിയതിനെ. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ നാവിക ശക്തികളിലൊന്നായ ഇന്ത്യയോട് ഒന്ന് ഏറ്റുമുട്ടാൻ പോലും പാകിസ്ഥാൻ തയ്യാറാകാതിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം വരുകയാണെങ്കിൽ ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് ഇന്ത്യൻ നേവിയുടെ ഭാഗത്തു നിന്നാണ്. കാരണം നമുക്കതിനുള്ള ആണവ അന്തർവാഹിനികളുണ്ട്, യുദ്ധക്കപ്പലുകളുണ്ട്, അതുപോലെ തന്നെ ബോട്ടുകളുണ്ട്, മറൈൻ മിസൈലുകളുണ്ട്. ഇതെല്ലാം വെച്ച് ഒരു ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് പിന്നീട് ഉയർത്തെഴുന്നേക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു സ്ഥിതി സംജാതമാകും. എന്ന് പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ നിന്ന് പാകിസ്ഥാൻ അപ്രത്യക്ഷമാകാൻ പിന്നെ മണിക്കൂറുകൾ മാത്രം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.